ഇടയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു സ്റ്റേക്ക് പോയായിരുന്നു, ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ട്. സിഡ്നിയിൽ നിന്ന് ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉള്ള ഒരു സ്ഥലത്തോട്ടായിരുന്നു, കോഫ് സാബറിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു സ്ഥലം. നമ്മൾ കോഫി ആയിട്ടാണ് പോയത്, കോഫി ഇല്ലാണ്ട് നമ്മളെവിടെയും പോയില്ലല്ലോ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് കണ്ടില്ലേ, ബോട്ടും കാരവനും ഒക്കെ ആയിട്ടായിരുന്നു എല്ലാവരും റോഡിൽ കേട്ടോ. നല്ലൊരു ട്രാവലായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫീനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഒരു കേർട്ടൻ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവന് ലൈറ്റിൻ്റെ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനൊരു ട്രാവൽ ആങ്സൈറ്റി ഉള്ള ഒരു ഡോഗാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുതിരേനെ കൊണ്ടുപോകാനുള്ളൊരു ക്യാരേജ് ആട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കോഫി ഒരുവിധം സെറ്റിലായി, അവൻ്റെ ബെഡിൽ അവൻ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തുടർന്നു. പിന്നെ ഈ കാണുന്നതാണ് കോഫിയുടെ ട്രാവൽ ബോട്ടിൽ. അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ എന്താണെന്നറിയില്ല, ആ ചെറുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ കാരവൻ. അപ്പോൾ ഇതൊരു വീട് പോലെ തന്നെയാണ്. അപ്പോൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും കാരവനൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോഴല്ലോ, അതേ ഒരു റൈഡർ അപ്പാപ്പനെ കണ്ടു കേട്ടോ. പുള്ളി നല്ല ചില്ല് ചെയ്ത് അവിടെ നിൽക്കുക. ഒരു റൈഡർ ഗ്യാങ്ങിൻ്റെ കൂടെ ആയിരുന്നേ. എന്നിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോഫിക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളും ഫുഡ് കഴിച്ചു. ഇനി അധികമൊന്നും ഇല്ല, നമുക്ക് ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോഴത്തേനും നമ്മൾ എയർബിഎൻബിയിലെത്തും. അങ്ങനെ നമ്മൾ പിന്നെയും നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. വർത്തമാനമൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പം നമ്മുടെ എയർബിഎൻബിയിൽ നമ്മളാണ് ആദ്യം എത്തുന്നത്. പുറകെ നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്, 2 ഫാമിലി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം എത്തി. ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നേ. ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്ന ഒരു എയർബിഎൻബിയാണ്. 3 ബെഡ്റൂമായിരുന്നു. ഞങ്ങൾ 7 പേരും 2 ഡോഗ്സുമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വേണ്ട അത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓടിക്കളിക്കാനും ഡോഗ്സിന് ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു എയർബിഎൻബി ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളും കൂടെ ആയിരുന്നു. അവിടെ ഒന്നും ഒരു ഒച്ചയില്ല. നമ്മളൊരു കാടിൻ്റെ നടുക്ക് നമ്മൾ മാത്രം നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് ആ കാണുന്ന ബാക്ക് യാർഡായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇതാണ് മുകളിലുള്ള ഒരു ബെഡ്റൂം, ഒരു ഓപ്പൺ ബെഡ്റൂം പോലെയാണ്. ഇതിന് ഓപ്പൺ ബാത്റൂമും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ റൂം ആർക്ക് വേണം എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ഡിസ്കഷൻ. അങ്ങനെ നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അങ്ങനെ വ്യൂ ഉണ്ട് ഈ മുകളിലത്തെ ഒരു ബെഡ്റൂമിൽ നിന്നുള്ളത്. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഈ ബാക്ക് യാർഡ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രാവിലെ ഈ വെളിച്ചം വരുന്ന സമയമുണ്ടല്ലോ, വെയിൽ വരുന്ന സമയം എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. അവിടെ 2 ദിവസം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ വേറെ എവിടെയും പോയില്ല, നമ്മൾ ഇവിടെ തന്നെയായിരുന്നു എയർബിഎൻബിയിൽ ഗെയിമും കളിച്ച് വർത്താനവും പറഞ്ഞ് ചളി അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഈ ഒരു ട്രാവലിൻ്റെയും ഈ ഒരു ദിവസത്തിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കയറി കാണണേ എല്ലാവരും.